അമേരിക്കയുടെ ഭീഷണികളെ തള്ളിക്കളഞ്ഞുകൊണ്ട് സൗദി അറേബ്യ രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് ഇപ്പോൾ പുതിയ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത് ഔദ്യോഗികമല്ലെങ്കിൽ പോലും ഈ റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അതായത് ഈ ഇറാനുമായി യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ അമേരിക്കക്ക് സൗദി അറേബ്യയുടെ താമ്പളം നൽകാൻ വേണ്ടിയുള്ള അനുമതി, അവരുടെ വ്യോമ മേഖല ഉപയോഗിക്കാനുള്ള അനുമതിയാണ് അമേരിക്ക ആവശ്യപ്പെട്ടത്. അതേസമയം ഇതിന് പൂർണ്ണമായ അനുമതി സൗദി അറേബ്യ തള്ളിക്കളയുകയായിരുന്നു. അങ്ങനെയുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കണ്ട എന്നായിരുന്നു സൗദി അറേബ്യയുടെ തീരുമാനം. എന്നാൽ സൗദി അറേബ്യയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപ് പറഞ്ഞത് സൗദി അറേബ്യക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള അല്ലെങ്കിൽ കരാറിലായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ, താഡ്, അതുപോലെ തന്നെ പാട്രിയറ്റ് തുടങ്ങിയിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ, സിസ്റ്റങ്ങൾ, ഇത് വൈകിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ കരാറ് പൂർണ്ണമായും ഇല്ലാതാക്കുകയോ ചെയ്യുമെന്ന ഭീഷണിയാണ് അമേരിക്കയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. എന്നാൽ സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇത്തരത്തിലുള്ള ഭീഷണികൾക്ക് ചെവി കൊടുക്കാതെ ആ ഒരു പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്ക നൽകുന്നില്ല എങ്കിൽ വേണ്ട എന്ന ഒരു തീരുമാനത്തിലായിരുന്നു. എന്നാൽ പോലും ഇറാനെ ആക്രമിക്കാനുള്ള വ്യോമ സംവിധാനങ്ങളോ അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ താവളങ്ങളോ അനുവദിക്കുകയില്ല എന്നാണ് സൗദി അറേബ്യ ഡൊണാൾഡ് ട്രംപിന് നൽകിയിട്ടുള്ള മറുപടി. ഇത് യഥാർത്ഥത്തിൽ ഈ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ഒരു ഭിന്നതയിലേക്ക് കടക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. കാരണം സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുക, അമേരിക്കക്കെതിരെ സ്വീകരിക്കുക എന്നത് അമേരിക്കൻ സംവിധാനങ്ങളെ ചൊടിപ്പിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇത് അമേരിക്കയും സൗദി അറേബ്യയും തമ്മിലുള്ള കോടിക്കണക്കിന് ഡോളറുകളുടെ കരാറുകൾ, അതിന്റെ ഭാവി തലങ്ങളെയാണ് ഇത് വലിയ രൂപത്തിൽ പ്രതിസന്ധിയിലാക്കുക. അത്തരം ആയുധ ഇടപാടുകൾ, സൗദി അറേബ്യക്ക് അത്തരത്തിലുള്ള ആയുധങ്ങൾ നൽകാനുള്ള അമേരിക്കയുടെ തീരുമാനങ്ങൾ മരവിപ്പിക്കാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ കൂടുതൽ ഭിന്നത ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. എങ്കിൽ പോലും പ്രവിശ്യയിൽ വലിയൊരു ഐക്യം രൂപപ്പെട്ടു വരാൻ ഇത് കാരണമാകും. അതുകൊണ്ടായിരിക്കണം ഇസ്രയേൽ കുറച്ചു മുമ്പ് ട്രംപിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞ ഒരു കാര്യം, യഥാർത്ഥത്തിൽ ഷിയാക്കളും സുന്നികളും തമ്മിലുള്ള ഭിന്നത നിലവിലുണ്ടായിരുന്നു. ഇസ്രയേലിന് ഷിയാക്കളിൽ നിന്നുള്ള ഭിന്നതയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ സുന്നിയും ഷിയയും ഒരുമിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് യുദ്ധത്തിലൂടെ. ഇവരെല്ലാം ഇസ്രയേലിന് ഒരുമിച്ച് ശത്രുക്കളായി മാറുന്നു എന്നതാണ് ഇപ്പോൾ ഈ യുദ്ധത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇസ്രയേൽ ഇതിനെക്കുറിച്ച് വിലയിരുത്തിയിരുന്നത്. അതായത് ഇസ്രയേലിന് നിലവിലുണ്ടായിരുന്ന ഇറാൻ, അതുപോലെ ഇറാന്റെ പ്രോക്സികൾ, ഇത് ഒരു ശത്രുവായി ഇസ്രയേൽ കണ്ടിരുന്നുവെങ്കിൽ എന്നാൽ ഇപ്പോൾ ഇറാനും ഇറാന്റെ ശത്രുക്കളായി നിന്നിരുന്ന രാഷ്ട്രങ്ങളും തമ്മിൽ പരസ്പരം ഐക്യത്തിലേക്കും സഖ്യത്തിലേക്കും കടന്നു വരുന്നു, ഇസ്രയേലിനെതിരെ ഒന്നിക്കുന്നു എന്നതാണ് പുതിയ സാഹചര്യം എന്നാണ് ഇസ്രയേൽ വിലയിരുത്തുന്നത്.